തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തു. ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ എസ് സുമയ്യയുടെ സഹോദരന്റെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് ട്യൂബ് നെഞ്ചിൽ കുടുങ്ങിയെന്ന വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. IPC പ്രകാരമുള്ള വകുപ്പുകളാണ് FIRലുള്ളത്. FIRന്റെ പകർപ്പ് 24ന് ലഭിച്ചു. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലെത്തി പ്രതിഷേധിച്ച സുമയ്യ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ ഉറപ്പ് ലഭിച്ചതിന് പിന്നാലെ സമരം അവസാനിപ്പിച്ചു. തന്റെ ദുരിതം പുറത്തു കൊണ്ടുവന്ന 24ന് സുമയ്യ നന്ദി പറഞ്ഞു. ആദ്യമായിട്ട് 24 ചാനലുകാർ തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് ഈ വാർത്ത കൊണ്ടുവന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. നടപടി ഉടനെ ഉണ്ടാവുമെന്നാണ് എനിക്ക് അവിടെ നിന്ന് അറിയിപ്പ് തന്നിട്ടുള്ളത്. 4 ദിവസത്തിനകത്ത് തീരുമാനം ഉണ്ടാക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിനു ശ്രീധറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. റിനു, ഒരു 26-കാരി അസുഖം മാറുമെന്ന പ്രതീക്ഷയിൽ ശസ്ത്രക്രിയയ്ക്ക് എത്തി. അവിടെ ഉണ്ടായ പിഴകളിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ആ സാഹചര്യം, അവരുടെ വേദന, ദുരിതമൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവന്നു. അതിലിപ്പോൾ ഇടപെടലുമുണ്ടാകുന്നു. സുമയ്യ എന്നിട്ടും പ്രതിഷേധത്തിലായിരുന്നു കേസെടുത്ത ശേഷവും. സുമയ്യയ്ക്ക് ലഭിക്കുന്ന ഉറപ്പുകൾ എന്തൊക്കെയാണ്? ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തെ എങ്ങനെയാണ് ഇനി സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഗൂഗിൾ 2 ദിവസം മുമ്പാണ് നമ്മുടെ റിപ്പോർട്ടർ ഷഫീദ് റാവുത്തർ ഈ ഒരു വാർത്ത സുമയ്യയുടെ വിഷമം പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചത്, അധികാരികളുടെ മുന്നിൽ എത്തിച്ചത്. തുടർന്ന് എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അഡീഷണൽ ഡയറക്ടറുമായി ഇന്നിപ്പോൾ ചർച്ച നടത്തി. ആ ചർച്ചയ്ക്ക് വഴിവെച്ചത് എന്ന് പറയുന്നത് ADHSന്റെ ഓഫീസിൽ, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ കാണാനെത്തി. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലായതിനാൽ കാണാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടി ഇന്ന് ഉറപ്പ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ എത്തി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് ADHS ഇതിൽ ഒരു ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ഈ ചർച്ചയിൽ കൃത്യമായി തന്നെ ഈ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ നടപടിയെടുക്കുമെന്നുള്ളൊരു ഉറപ്പ് നൽകി. മറ്റൊന്ന്, ഈ സുമയ്യയുടെ ശരീരത്തിലുള്ള ഈ ട്യൂബ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കും. ആ വിദഗ്ധ സമിതി പഠിച്ചതിന് ശേഷം ഇത് കഴിയുമെങ്കിൽ ഇത് മാറ്റുമില്ലെങ്കിൽ സർക്കാരിനോട് നഷ്ടപരിഹാര തുക നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെടുമെന്നുള്ള ഒരു ഉറപ്പും നൽകിയിട്ടുണ്ട്. ഏതായാലും ആ ഉറപ്പിന്മേൽ ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ നടത്തിയ ഒരു കുത്തിയിരിപ്പ് പ്രതിഷേധം സുമയ്യയും കുടുംബവും അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. വലിയ സന്തോഷത്തിലാണ്. കാരണം തനിക്ക് നീതി ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കിട്ടി എന്നുള്ളതാണ് 24നോട് സുമയ്യ പറഞ്ഞത്. 24 ആണ് ഈ ഒരു നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെട്ടത്. അതിൽ അതീവ നന്ദിയുണ്ട് എന്നുള്ള ഒരു കാര്യവും സുമയ്യ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് ഉച്ചയോടുകൂടിയാണ് സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ബന്ധു നൽകിയ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. IPC 336, 338 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഡോക്ടർ രാജീവ് കുമാർ മാത്രമാണ് ഈ കേസിലെ പ്രതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പാകുതയില്ലാത്ത തരത്തിലുള്ള ഒരു സർജറി ആയിരുന്നു. വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയില്ല ഡോക്ടർ എന്നും FIRൽ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും സുമയ്യയ്ക്ക് നീതി ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം 4 ദിവസത്തിനകം കൃത്യമായിട്ടുള്ള നടപടിയെടുക്കും, അതിനൊരു മറുപടി നൽകും എന്നുള്ളത് ADHS സുമയ്യയോടും കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട്.